ഇന്ന് നമുക്കൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, ചെറിയ ഉള്ളി. ഒരു തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 10 അല്ലിയുണ്ട് കേട്ടോ. കുറച്ച് മുളക്. ഇനി നമുക്ക് തൊമര ഇട്ട് കൊടുക്കാം. ഇതൊരു കല്ലൻ തൊമരയാണ്, നല്ല വേവുള്ള തൊമരയാണ്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പണ്ട് ചെറുതിലെയൊക്കെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന സാമ്പാറാണ്. മറ്റൊരു കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തരുന്നൊരു കറി. തീ കൂടി. ഇനി നമുക്കത് അടച്ചു കൊടുക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ മൺകലത്തിലാണ് നമുക്ക് സാമ്പാറൊക്കെ വെച്ച് തന്നിട്ടുള്ളത്. മൺകലത്തിൽ വെക്കുന്നില്ല, കുക്കറിനകത്ത് വെക്കാം. 3-4 വിസിൽ വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് 4-5-6 മുളക് എടുത്തൊന്ന് വറക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നേരത്തേനൊന്ന് പെട്ടെന്നൊന്ന് മുരിഞ്ഞ് വരും. മുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് 2 സ്പൂണ് മല്ലി, കൊത്തമല്ലിയാണ്, മല്ലി ഇട്ട് കൊടുക്കാം. ചെറുതീ വേണം വറക്കാൻ, അല്ല കരിഞ്ഞു പോകും. മഴയൊക്കെ പെയ്യുന്നുണ്ട് വെളിയിൽ. മുളകും മല്ലിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്കിനി തണുക്കട്ടെ. ഇപ്പം നമ്മൾ വറുത്ത് വെച്ച മുളക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത മല്ലി, ജീരകം പൊടിച്ചതാണ് ഇത്. 1.5 ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഏറ് പോകാതെ നമുക്ക് എടുക്കാൻ എളുപ്പത്തില്ല. ഇനി ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്, നമുക്കൊന്ന് തുറക്കാം. ഈ തൊമരയും തക്കാളിയും എല്ലാം ഇതിനകത്തുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ഇതിനകത്ത് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കാം നമുക്ക്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. കായം ചേർക്കാതെ കായപ്പൊടി ആയതുകൊണ്ടാണ്. കായമാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കണം. കായപ്പൊടി നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ടിമ്പുവേ, മഴയൊക്കെ കാണുവാണേ. നമുക്ക് ചട്ടി അടുപ്പ് വെക്കാം. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. 2 മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി അങ്ങോട്ട്.
അങ്ങനെ നമ്മുടെ കറി ഇതിലോട്ട് ഒഴിക്കാം, താളിച്ചതിനകത്തോട്ട്. അങ്ങനെ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് നമ്മുടെ ചെറുതിൽ ഒക്കെ വെച്ച് തരുന്ന ഉള്ളിയും തൊമരയിട്ട ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് കാലങ്ങളിൽ നമുക്ക് വെച്ച് തരുന്ന സാമ്പാർ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോയും കൂടി ചെയ്യണം.